പുരുഷന്മാരെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എപ്പിസോഡാണ്. ഇന്ന് മുഴുവൻ നമ്മൾ കേൾക്കാൻ പോണത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. പുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വരുന്നു പുരുഷ കമ്മീഷൻ. മെൻസ് അസോസിയേഷൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിലുള്ള സന്തോഷാണ് അത്. ഏത് കേസിലായാലും പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷാണ്, ആശ്വാസമാണ്. പക്ഷെ മെൻസ് അസോസിയേഷന്റെ സന്തോഷം ആ സന്തോഷം പോലെയല്ല, ഇത് അതുക്ക് മേലെ. അതേ സുഹൃത്തുക്കളെ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ച ആ ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താനും പടക്കം പൊട്ടിക്കാനും നമ്മുടെ മെൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു. അതും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. ആഘോഷിപ്പിൻ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മെൻസ് അസോസിയേഷന്റെ ടീം അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പോലീസ് അവിടെ എത്തി. ഇമാതിരി പണിയൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസും കൊടുത്തു. മെൻസ് അസോസിയേഷൻ പ്രസിഡന്റിന് ആകെ വിഷമായി. അന്ന് ബോബി ചെമ്മണ്ണൂര് ജയിൽ മോചിതനായതിന്റെ സന്തോഷത്തിൽ ജയിലിന്റെ മുന്നിൽ വെച്ച് പടക്കം പൊട്ടിക്കാൻ നോക്കിയപ്പോ അന്നും മൂപ്പരെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും വിഷമായി, ഇന്നും വിഷമായി. പാവം മൂപ്പർക്ക് എന്നും തന്നെ വിധി. നമ്മളിപ്പോ കഴിഞ്ഞ കാര്യം എനിക്ക് നോട്ടീസ് തന്നു. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ എസ് ഐ നിൽക്കുകയാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഒരു പുരുഷ ഹൃദയത്തെയാണ് ഇവിടുത്തെ പോലീസുകാർ വേദനിപ്പിച്ച് വിട്ടത്. അങ്ങനെ അങ്ങ് വേദനിപ്പിച്ചിട്ട് ഈ പോലീസുകാർക്ക് ഇവിടുന്ന് പോവാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഒരു പുരുഷന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ഒരാളില്ലേ ഇവിടെ. ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പ്രതിഷേധോ? അപ്പൊ ആഹ്ലാദ പ്രകടനല്ലേ? ഗ്രീഷ്മയ്ക്ക് ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല. അപ്പൊ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും. രണ്ടാണല്ലോ പറയണത്. അത് വിട് രാഹുൽജി, തുടങ്ങിക്കോ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാലഭിഷേകം നടത്താൻ സമ്മതിക്കാത്ത പോലീസിനെതിരെ നിർഗളമായ വാക്കുകളിലൂടെ അങ്ങോട്ട് ആഞ്ഞടിക്ക്. പുരുഷന്മാർക്കൊക്കെ ഒരു ഊർജ്ജം വരട്ടെന്ന്. ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി. ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി. പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. കട്ടൗട്ടും കൊണ്ടുപോയി. ഇത് പുരുഷ വിരോധം തന്നെ. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. ആടിപ്പൊളി. പുരുഷ കമ്മീഷൻ വരട്ടെ. പുരുഷ വിരോധികളൊക്കെ കിടുകിട വരക്കട്ടെ. പുരുഷന്മാരുടെ വിഷമങ്ങൾ അങ്ങനെ അടിച്ചമർത്താൻ ആരും വിചാരിക്കണ്ട കേട്ടാ. നമ്മുടെ അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു. അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ AKM അടക്കമുള്ള ദേശീയ തലത്തിൽ അടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടുകൂടിയാണ് സമർപ്പിച്ചത്. പുരുഷ കമ്മീഷന് വേണ്ടി സമീപിച്ച ആളാണ് ഹൈലൈറ്റ്. എൽദോസ് കുന്നപ്പള്ളി MLA. ഒരു പൊളിക്കണം നമുക്ക്. വഞ്ചകി നിനക്കെന്തു കൊഞ്ചലാണിപ്പോഴും. നിനക്കെന്തു കൊഞ്ചലാണിപ്പോഴും. പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത്? നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്ത് അടുത്ത പണി വാങ്ങിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു രാഹുൽജി. ഇവിടെ കട്ടൗട്ട് എടുത്തോണ്ട് പോകാൻ കാണിച്ച ആർജവം, ഇവിടെ കട്ടൗട്ട് എടുത്തോണ്ട് പോയി, പാലെടുത്തോണ്ട് പോയി, ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് വന്നിട്ടുണ്ടല്ലേ? ഒരു സെക്കൻഡ് പറഞ്ഞ സന്തോഷമായി. കരയില് രാഹുൽജി, കരയില്. പുരുഷ കമ്മീഷൻ വരുന്നതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടക്കം പൊട്ടിക്കാനും വിദ്വേഷ പ്രസംഗം നടത്താനും പാലഭിഷേകം നടത്താനും ഒക്കെ നമുക്കൊരു നിയമം കൊണ്ടുവരാം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്. നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല, ഒരു പാലഭിഷേകം നടത്തുകയാണ്. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്താ ചേട്ടാ ഇങ്ങനെ മാറിക്കണത്? അപ്പുറത്ത് പോലീസുള്ളതുകൊണ്ടാണോ? അതിനിപ്പോ എന്താ, അവര് കൂടി ഒന്നും ചെയ്യാ, അറസ്റ്റ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. നിങ്ങൾ പുരുഷന്മാരുടെ ശക്തി കാണിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ. നമ്മുടെ കുഞ്ഞു മക്കളാണ്. അതാദ്യം നമ്മൾ നോക്കണം. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നിയമത്തിന്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നിയമവ്യവസ്ഥകൾ പെൺപിള്ളേർക്ക് ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും. നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല? പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം
ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അല്ല, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത്. ഇത് സ്ത്രീകൾക്കിനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ്. കേരളത്തിലെ പുരുഷന്മാരും ഒരു കുറ്റകൃത്യം ചെയ്യില്ല, ബിക്കോസ് അവര് ബുദ്ധിയും ബോധമുള്ളവരാണ്. പക്ഷെ ഇവിടുത്തെ ഭൂരിഭാഗം സ്ത്രീകളുടെയും കാര്യം അങ്ങനെയല്ല. അവരൊക്കെ ക്രിമിനൽ വാസനയുള്ളവരാണെന്നാണ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ കണ്ടുപിടുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ ഈ എന്തുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വരുന്നതെന്ന്? അപ്പൊ ഇനി പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. ബാക്കി ഗോതയിൽ കാണാം. ഇനി പറയാൻ പോണത് കുടി വെള്ളത്തിന്റെ കാര്യമാണ്. പാലക്കാട് കഞ്ചിക്കോട് സർക്കാർ വക മദ്യ കമ്പനി കൊണ്ടുവരുന്നതിൽ പ്രതിഷേധം ഇങ്ങനെ നുരഞ്ഞു പൊന്താണ്. പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല, സ്വന്തം മുന്നണിക്കകത്തുനിന്നും പ്രതിഷേധ സ്വരണ്ട്. CPI ആണ് അതിലെ മെയിൻ ആൾക്കാർ. അങ്ങനെ ഒരു തരത്തിലും അവരെടുക്കാണ്ടായപ്പോ നമ്മുടെ മന്ത്രി MP രാജേഷ് ബിനോയ് വിശ്വം സഖാവിനെ കണ്ട് സോപ്പിടാൻ പോയി. അത്ഭുതം എന്താ അതിനകത്ത്? നിങ്ങൾ ഒരേ മുന്നണി സഖാക്കൾ, പഴയ സുഹൃത്തുക്കൾ കൂടി കണ്ട കുഴപ്പം എന്താ? നാച്ചുറൽ. പക്ഷെ പഴയ സഖാക്കൾ ഒത്തുചേർന്നതിന്റെയും സൗഹൃദം പങ്കുവെച്ചതിന്റെയും ഒന്നും സന്തോഷം രാജേഷ് ഏട്ടന്റെ മുഖത്ത് കാണാനില്ലല്ലോ. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. കണ്ടോ എന്താ പറഞ്ഞെന്നറിയാൻ രാജേഷ് ഏട്ടൻ ഒരു വിമ്മിഷ്ടം പോലെ. പക്ഷെ കുഴപ്പമില്ല, ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അവിടെ എവിടെയും തൊടാണ്ട് ബിനോയ് വിശ്വം സഖാവ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വികസന വിരുദ്ധരല്ല, വികസനം വേണം. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. ഇത് കൊള്ളാല, വികസനം വേണം പക്ഷെ വേണ്ട. യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോ സ്നോ എന്ന് പറയണ പോലെ. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ. ഏത് വികസനമായാലും മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം. അത് പോയിന്റ്. CPI ഇതുവരെ ഒന്നും പറഞ്ഞില്ല. CPIക്ക് മൗനാണെന്ന് പറഞ്ഞവരൊക്കെ എന്തിയെ കേട്ടല്ലോ. കുടിവെള്ളം മുടക്കിട്ട് ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്ന് ബിനോയ് വിശ്വം സഖാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, അതൊക്കെ ഓക്കെ. നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ LDF യോഗത്തിൽ ഉന്നയിക്കോ, അതോ മുഖ്യമന്ത്രിനെ കാണുമ്പോ അത് പേടിച്ചിട്ട് മറന്നുവോ? കപ്പലല്ലേ പിടിച്ചോ? വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ചർച്ച ചെയ്താലും നിലപാടതായിരിക്കും. അപ്പൊ രാജേഷ് ഏട്ടന്റെ സോപ്പിടല് ഫലം കണ്ടില്ല എന്ന് സാരം. പണിയല്ല രാജേഷ് ഏട്ടാ, ഇനിയിപ്പോ എന്തുടെ ചെയ്യാ? അല്ല, CPIനെ എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു? ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. ആഹാ, ഗോവിന്ദൻ മാഷിന്റെ അതേ സ്വരം. സ്വന്തം മുന്നണിയിലുള്ളവരുടെ അതൃപ്തിയാണെങ്കിലും ഞങ്ങളുടെ കോംറേഡ്സ് അതൊന്നും വകവെക്കൂല. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കുടിവെള്ളം ഉറപ്പാക്കണമെന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞെന്നല്ലാണ്ട് CPIക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇനി മദ്യ കമ്പനി വരുന്നതിന് മുന്നേ എത്ര നിലപാട് മാറ്റോ ഒളിച്ചുകളിയും കാണേണ്ടി വരുമോ എന്തോ.